ഹലോ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചുമ്മാ ഇരുന്നപ്പം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അവസാനം നമ്മൾ മാമലക്കണ്ടത്ത് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്നാണല്ലോ. എന്തായാലും നേരെ ഇറങ്ങി ഞങ്ങൾ നേര്യമംഗലം എത്തി. ഈ നേര്യമംഗലം പാലം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭൂതിയാണ് കേട്ടോ. ബാക്കിലുള്ള മലയും മരവും ആ പാലത്തെ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. നല്ല രസമാണ്. പിന്നെ മൂന്നാർ റോഡിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് ക്രൗഡൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ സ്ഥലത്ത് ചെന്നെത്തി. ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടു കേട്ടോ. അവിടെ ഒരുപാട് മണ്ണുകൊണ്ടുള്ള ഉപകരണങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ്, തേൻ, നെല്ലിക്ക, ആയിരിക്കുന്ന മുട്ടയൊന്നും ഒറിജിനൽ കേട്ടോ, അതൊക്കെ തടി കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ ഈ കടയിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഉപകരണങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ ആയുർവേദ മരുന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഈ കാണുന്ന എല്ലാ സാധനങ്ങളും തടി കൊണ്ടുണ്ടാക്കിയതാണ്. അവിടെ ഇരിക്കുന്ന വടി, പിന്നെ ഇതിനകത്തൊക്കെ ഒരു ചെരുപ്പുണ്ട് കേട്ടോ. ഈ വാദത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെരുപ്പാണിത്. നല്ല രസമുണ്ടായിരുന്നു. അത് ഈ മുള്ളു പോലെ, അതുപോലെ മസാജ് ചെയ്യുന്ന മസാജർ, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതൊന്നും അല്ലായിരുന്നു. അവിടെ നമ്മൾ മുളയരി പായസം എന്ന് പറയുന്ന സാധനം കണ്ടിട്ടാണ് നമ്മളവിടെ കയറിയത്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നതും അതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സിജോയി മുളയരി പായസമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, എല്ലാവർക്കും തന്നു. ആദ്യം ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഗ്ലാസ് മേടിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. പക്ഷേ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും നാൾ ഇടുക്കിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മുളയരി പായസമൊക്കെ നമ്മൾ കുടിക്കുന്നത്. ഇത് ഒത്തിരി നാളായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടി. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും മാമലക്കണ്ടം ലക്ഷ്യമാക്കി ഞങ്ങളൊന്ന് പോയി. അങ്ങനെ പോകുമ്പം നമ്മൾ ചെറിയ റോഡൊക്കെയാണ് കേട്ടോ. എല്ലാവരും മാമലക്കണ്ടമൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര രസമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് 2 ചേട്ടന്മാർ ഒരു സ്കൂട്ടറായി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. സ്കൂട്ടർ കാണാം, പഴയ നമ്മുടെ വെസ്പയോ അതുപോലെ വണ്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഹെൽമെറ്റും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവളെ ഫോളോ ചെയ്തു. പിന്നെ അവർ നിർത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെ വീണ്ടും മാമലക്കണ്ട ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുമ്പോട്ട്. ആനയുണ്ടോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ആന വന്ന് അവിടെ തിരിക്കാൻ പോലുമുള്ള സ്ഥലം ഒരിടത്തും ഞങ്ങൾ കണ്ടിരുന്നില്ല. എന്നാൽ റോട്ടിൽ കൂടെയൊക്കെ ആന പോയതിൻ്റെ തെളിവുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മാമലക്കണ്ടം പോയവർക്കറിയാം, ഈ പോകുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ തോട്. ഏതായാലും ഞങ്ങളവിടെ ഇറങ്ങി തോട്ടിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിന് അത്യാവശ്യം നല്ല ശുദ്ധമായ ജലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടന്മാർ 2 ആരോ പണത് വെച്ച 2 കല്ല് കണ്ടു. പിന്നെ അത് എറിഞ്ഞു മറിച്ച് അവരുടെ കലയെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. 2 ചേട്ടന്മാരും പോയി വേറെ കല്ലെടുത്ത് അതിനെ എറിഞ്ഞു മറിച്ച് ചാടിക്കാനാണ് അവർക്കൊരു സമാധാനം കിട്ടുള്ളൂ. എന്താല്ലേ, മനസ്സിൻ്റെ ഒരു സംതൃപ്തി. അങ്ങനെ ചേട്ടന്മാർ 2 പേരും കല്ലെടുത്ത് ആരോ ഉണ്ടാക്കി വെച്ച ഒരു ഭംഗിയുള്ള ഒരു കല്ലിനെ അടുക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏതായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവരതിന് ബലം കണ്ടു. ആ കെട്ടി വെച്ചിരുന്ന എല്ലാ കല്ലുകളും അവർ എറിഞ്ഞ് മറിച്ച് ചാടിച്ച് കേട്ടോ. ഏതായാലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫലം കണ്ടു. ആരുടെയൊക്കെയോ കലാസൃഷ്ടികൾ അവർ നശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊടുവിൽ മാമലക്കണ്ടം സ്കൂളിൻ്റെ മുമ്പിലെത്തി. നല്ല രീതിയിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.
അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സ്കൂളിൻ്റെ പുറകിൽ ഒരു മലയും ഉതിരുന്ന വെള്ളച്ചാട്ടവും. കുറേ നേരം ഞങ്ങളവിടെ നോക്കി നിന്നു. ഈ മല കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ മറന്നുപോയി. ഏതായാലും ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അടിമാലി വഴി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ മാങ്കുളത്തുനിന്ന് അടിമാലി വഴിക്ക് പോയി. ആദ്യമായിട്ടാണ് കേട്ടോ ഈ വഴിക്ക് പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മലയും. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര ഭംഗിയായിട്ട് തന്നെ തോന്നി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീടിൻ്റെ പുറകിൽ ഒരു വലിയൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. നിർത്താൻ പറ്റിയില്ല, പുറകെല്ലാം വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഒരു ഭയങ്കരമായ വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിമാലി ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറെത്തി. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതൊരു പോയതായിരുന്നു കേട്ടോ. ചുമ്മാ അടിമാലി വരെ വന്നതല്ലേ, ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററും കൂടെ അല്ലേ ഉള്ളൂ, എന്നാൽ മൂന്നാർ വരെ പോയേക്കാം എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ മൂന്നാറിൽ നിന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി വീട്ടിൽ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാമലക്കണ്ടത്ത് വന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് അടിമാലിയും കഴിഞ്ഞ് മൂന്നാറും എത്തി ഗ്യാപ്പ് റോഡ് കയറാൻ തുടങ്ങി. ടോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞ് വഴി സൈഡിൽ കണ്ട ചെറിയൊരു കടയിൽ കയറി. നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു. അവിടെ തീ കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ ഒരു ആശ്വാസം കിട്ടി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയും കുടിച്ച് നൂഡിൽസും കഴിച്ച് ബ്രെഡ് ഓംലെറ്റും കഴിച്ച് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോന്ന് മേടിച്ച് ഷെയർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ടൊക്കെ കാലിരുന്ന് വേവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗ്യാപ്പ് റോഡിൽ കൂടെ മഞ്ഞും കാറ്റും മഴയും എല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം മുമ്പിലേക്ക് വന്നു കേട്ടോ. മോശം പറയരുതല്ലോ, എല്ലാം നല്ല സ്ഥലം. എഴുതല്ലോ, നല്ല ചായ കിട്ടിയാൽ ഞങ്ങൾ വിടാറില്ല. വീണ്ടും ഒരു കടയിൽ കയറി അടുത്ത ചായയും കുടിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് അടുത്തൊരു സ്പോട്ട് കണ്ടത്. ഒരു വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലൊരു സ്ഥലം. കുറേ നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു.